എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 18-ാം ദിവസം. ഓം മഹാത്രിപുരസുന്ദരിയേ നമ. ഓം മഹാദേവിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 18. തനുഛായാഭിതേ തരുണതരണി ശ്രീസരണിഭി ദിവം സർവാമുർവീം അരുണിമനിമഗ്നാ സ്മരതിയ ഭവന്തി അസ്യ ത്രസ്യ ധ്വനഹരിണ ശാലീനനയനാ സഹോർവശ്യാവശ്യ കതി കതി ന ഗീർവാണഗണിക. ഒന്നുകൂടെ പറയാം. തനുഛായാഭിസ്തേ തരുണ തരുണി ശ്രീ സരണിഭി ദിവം സർവാം ഉർവീം അരുണിമ നിമഗ്നാം സ്മരതി യ ഭവന്തി അസ്യ ത്രസ്യ ധ്വനഹരിണ ശാലീനനയന സഹോർവശ്യാവശ്യ കതി കതി ന ഗീർവാണ ഗണിക. അല്ലയോ ദേവി, ബാലാദിത്യ കാന്തിയുടെ സൗഭാഗ്യത്തോടു കൂടിയ എന്നുവെച്ചാൽ ബാലാദിത്യൻ്റെ ശോഭയുടെ, ബാലാദിത്യൻ്റെ എന്ന് പറഞ്ഞാൽ ഉദയസൂര്യൻ്റെ ശോഭയുടെ സൗഭാഗ്യത്തോടു കൂടിയ ആ കാന്തിയോട് കൂടിയ ബാലാദിത്യ കാന്തിയുടെ സൗഭാഗ്യത്തോടു കൂടിയ നിന്തിരുവടിയുടെ ദേഹകാന്തികളാൽ സമസ്ത ഭൂമണ്ഡലവും ആകാശവും ഏതൊരാളാണോ ധ്യാനിക്കുന്നത് അവന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വനമാനുകളുടെ അതിസുന്ദരങ്ങളായ നയനങ്ങൾ പോലെയുള്ള നയനങ്ങളോട് കൂടിയ ഉർവശി തുടങ്ങിയ എത്രയെത്ര ദേവസ്ത്രീകൾ വശികളായി ഭവിക്കുന്നില്ലേ എന്ന് വെച്ചാൽ എല്ലാ ദേവാംഗനകളും വശികളായി തന്നെ ഭവിക്കുന്നു. ആകർഷണീയത്വമാണ് ഇവിടെ. അരുണാദേവിയുടെ കടാക്ഷത്താൽ വാക്സാമർത്ഥ്യം മാത്രമല്ല, വാക്ചാതുര്യം മാത്രമല്ല, കവിത്വം മാത്രമല്ല, എന്താണ്, ആകർഷണീയതയും ഉണ്ടാകുന്നു. അല്ലയോ ദേവി, ബാലാദിത്യ കാന്തിയുടെ സൗഭാഗ്യത്തോടു കൂടിയ നിന്തിരുവടിയുടെ ദേഹകാന്തികളാൽ. ഇപ്പം ബാലാദിത്യ കാന്തി എന്ന് പറഞ്ഞാൽ അരുണിമ, നല്ല ചുവപ്പ് നിറമാണ് ബാലാദിത്യന്. അതിൻ്റെ സൗഭാഗ്യത്തോടു കൂടിയ നിന്തിരുവടിയുടെ ദേഹകാന്തികളാൽ. അപ്പം ദേവിയുടെ ശരീരം എങ്ങനെയാണ്? ചുവന്നിരിക്കുന്നതാണ്, അരുണിമാദേവിയാണ്. അപ്പോൾ ദേവിയുടെ ആ ചുവന്നിരിക്കുന്ന ആ കാന്തിയുടെ, ആ ശോഭയുടെ സൗഭാഗ്യത്തോടു കൂടിയ ദേഹകാന്തികളാൽ. അപ്പം ആ ദേവിയുടെ സമസ്ത സൗന്ദര്യത്തോടു കൂടി, സമസ്ത കാന്തികളോടുകൂടി ഭൂമണ്ഡലവും ആകാശവും, സമസ്തമായ ഭൂമണ്ഡലവും ആകാശവും യാതൊരുവൻ ധ്യാനിക്കുന്നുവോ. അപ്പം എന്താണ്, ഏതൊരാളാണോ ബാലാദിത്യകാന്തിയുള്ള ദേവിയെ സ്മരിക്കുന്നത്, അവിടെ സമസ്ത ആകാശവും ഭൂമിയും ആര് ധ്യാനിക്കുന്നുവോ അവന് മാൻപേടകളുടെ അതിസുന്ദരങ്ങളായ നയനങ്ങൾ പോലെയുള്ള നയനങ്ങളോട് കൂടിയ ഉർവശി തുടങ്ങിയ എത്രയെത്ര ദേവസ്ത്രീകൾ വശികളായി ഭവിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഉർവശി തുടങ്ങിയ ദേവസ്ത്രീകളും വശികളായി ഭവിക്കുന്നു. ആരുടെ അനുഗ്രഹം ഉണ്ടെങ്കിലാ? ഈ ദേവിയുടെ ബാലാദിത്യകാന്തിയുടെ സൗഭാഗ്യത്തോടു കൂടിയ ദേവിയുടെ നിന്തിരുവടി ദേഹകാന്തികളാൽ. അപ്പം ദേവിയുടെ കാന്തി എങ്ങനെയാണ്? അരുണിമ നിറഞ്ഞ ആ അരുണാദേവിയുടെ, അതുപോലെ തന്നെ ആ അരുണിമയാണ് ദേവിയുടെ ദേഹത്തിനുള്ള ആ കാന്തി. ആരെയൊക്കെയാണ്? സമസ്ത ഭൂമണ്ഡലവും ആകാശവും. അപ്പം നിന്തിരുവടിയുടെ ദേഹകാന്തിയിൽ സമസ്ത ഭൂമണ്ഡലവും ആകാശവും ആരാണോ ധ്യാനിക്കുന്നത്, സ്വർഗലോകത്തിലുള്ള അതിസുന്ദരികളായ രംഭ, ഉർവശി തുടങ്ങിയ അപ്സര സ്ത്രീകൾ പോലും വശികളായി ഭവിക്കുന്നു. പിന്നെ ഈ ഭൂമിയിലുള്ള സ്ത്രീകളുടെ കാര്യം പറയണമെന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആകർഷണീയത്വം ദേവിയുടെ അനുഗ്രഹത്താൽ, ബാലാദിത്യകാന്തിയുടെ സൗഭാഗ്യത്തോടു കൂടിയ ദേവിയുടെ കാന്തിയാൽ സമസ്തമായ ഭൂമണ്ഡലവും ആകാശവും ആരാണോ ധ്യാനിക്കുന്നത്, അതായത് സമസ്ത ഭൂമണ്ഡലത്തിലും ആകാശത്തിലും ദേവിയുടെ കാന്തിയെ ദർശിക്കുന്ന ആ സാധകന് മാൻപേടകളുടെ കണ്ണുകൾ പോലെ അതിസുന്ദരങ്ങളായ നയനങ്ങൾ, ആ നയനങ്ങളോട് കൂടിയ, അപ്പോൾ ഉർവശി രംഭമാരുടെ അപ്സര സ്ത്രീകളുടെ, ദേവസ്ത്രീകളുടെ നയനങ്ങൾ മാൻപേടകളുടെ കണ്ണുകളാണ്.
അങ്ങനെയുള്ള അവരെയൊക്കെ വശീകരിക്കാൻ സാധിക്കുന്നു. ആ ഒരു അനുഗ്രഹം ദേവി തരുന്നു എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരെയും ആകർഷിക്കാനുള്ള കഴിവ് ദേവി തരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ ദേവിയുടെ ഈ ദേഹകാന്തി, ബാലാദിത്യകാന്തിയിൽ ദേവിയുടെ ആ ബാലാദിത്യകാന്തി ആരാണോ ധ്യാനിക്കുന്നത് അവർക്ക് ആകർഷണീയത്വം കൂടും. മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള അനുഗ്രഹം ദേവി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉർവശി മുതലായ ദേവസ്ത്രീകൾ വശികളായി ഭവിക്കുന്നു. അപ്പം പിന്നെ ഭൂമിയിലുള്ള ആളുകളുടെ കാര്യം പറയണോ എന്ന് വെച്ചാൽ എന്താണ്, അമ്മയെയാണ് ധ്യാനിക്കുന്നത്. അപ്പം അമ്മയുടെ സൗന്ദര്യമാണ് ഇവിടെ പറയുന്നത്, അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ വശീകരിക്കുക എന്ന് പറഞ്ഞാൽ വേറൊരർത്ഥത്തിലല്ല, അമ്മയുടെ ആ ഒരു ദേഹകാന്തിയിൽ മുഴുകിയിരിക്കുന്ന, അമ്മയുടെ ആ ദേഹ സൗന്ദര്യത്തിൽ, ബാലസൂര്യൻ്റെ ദേഹകാന്തിയുള്ള ആ സൗഭാഗ്യത്തോടു കൂടിയ ആ ദേഹകാന്തിയിൽ ആരാണോ ധ്യാനിക്കുന്നത് അവർക്ക് ആ ദേഹകാന്തി സമസ്ത ഭൂമണ്ഡലത്തിലും ആകാശത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഒരു രൂപത്തെ ധ്യാനിക്കുന്നവന് ആകർഷണീയത്വം, മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള അനുഗ്രഹം ദേവി നൽകും എന്നാണ് ഇവിടെ പറയുന്നത്. ധനുച്ഛായാഭിതേ തരുണതരുണശ്രീ സരണിഭി ദിവം സർവാമുർവീം അരുണിമനിമഗ്നാം സ്മരതിയ ഭവന്തി അസ്യ ത്രസ്യധ്വനഹരിണശാലീന നയന സഹോർവശ്യ കതികതിന ഗീർവാണഗണിക. എല്ലാവർക്കും അങ്ങനെ അരുണാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും, എന്താ പറയുന്നത്, മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ആകർഷണീയത്വം, മറ്റുള്ളവരിൽ ആകർഷണീയത്വം ഉണ്ടാകുന്ന ദേഹകാന്തി, അതായത് സൗന്ദര്യം എന്ന് പറയുന്നത് ആ അമ്മയോടൊപ്പം ആ അമ്മയെ സ്മരിക്കുന്നവന്, ആ അമ്മയെ ധ്യാനിക്കുന്നവന് തീർച്ചയായിട്ടും ആ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ദേഹകാന്തിയും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.